നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കിമ്മിന്റെ ആണവ കോട്ടകൾ പൊട്ടിക്കണം. കൊലവെറിയിൽ വൈറ്റ് ഹൗസിൽ ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ ആണവ കോട്ടയിൽ മിസൈലിട്ട പോലെ ഉത്തര കൊറിയയിൽ ഇടാൻ ധൈര്യമില്ല. കാരണം വെളിവില്ലാത്തവരാണ് ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ. ഇറാനിൽ മൊസാദ് പയറ്റിയ വൈറസ് പ്ലാൻ CIA പുറത്തെടുക്കുമോ എന്ന് സൂചന. തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം ട്രംപിന്റെ BP കൂട്ടുകയാണ് കിം. ഇറാൻ ഇസ്രയേൽ യുദ്ധം, യുക്രൈൻ റഷ്യ യുദ്ധം, രണ്ടിലും ചോര കുടിക്കുന്ന അമേരിക്കയിൽ ആണവ ബോംബ് ഇടണമെന്നാണ് കിമ്മിന്റെ കൊലവിളി. ട്രംപ് അനങ്ങിയാൽ ആണവായുധം എടുക്കുമെന്നാണ് കിമ്മിന്റെ ഭീഷണി. ട്രംപിന് പേടിയുള്ള ഒരേയൊരു ലോക നേതാവ് കിം ജോങ് ഉൻ എന്ന ആക്ഷേപം ശക്തമാകുമ്പോൾ ക്ഷീണത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ്. ഉത്തര കൊറിയയിൽ ഭൂമിക്കടിയിലും പർവ്വതങ്ങളുടെ ഇടുക്കിലുമൊക്കെയായി ആണവ കേന്ദ്രങ്ങളുണ്ട്. ഈ കോട്ടകളുടെ ഉറവിടവും CIAക്ക് അറിയാം. പക്ഷെ കൈവയ്ക്കാൻ അത്ര എളുപ്പമല്ല. എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, കിമ്മിനെ ഒതുക്കണമെന്ന ഒറ്റ ചിന്തയിലാണ് ട്രംപ്. കിം ജോങ് ഉന്നിനെ തീർക്കാൻ ആളെ ഇറക്കി ഡൊണാൾഡ് ട്രംപ്. CIA ചാരന്മാർ ദൗത്യം ഏറ്റെടുത്തെന്ന അഭ്യൂഹങ്ങൾ ഉയരുന്നു. എന്നാൽ ഇത്ര വലിയ മണ്ടത്തരം ട്രംപ് കാണിക്കുമോ എന്നാണ് ചോദ്യം. രണ്ടാം വരവിൽ ട്രംപിന് കട്ട തലവേദനയായി മാറിയിരിക്കുന്ന ലോക നേതാവ് കിം ജോങ് ഉന്നാണ്. ഇറാനെ തൊട്ടാൽ അമേരിക്കയിൽ കയറി പൊട്ടിക്കുമെന്നും റഷ്യയ്ക്ക് നേരെ ചെറുവിരൽ അനക്കിയാൽ പെന്റഗൺ ബാക്കി കാണില്ലെന്ന് വെല്ലുവിളിച്ചും ട്രംപിനെ ചൂണ്ടുവിരലിൽ നിർത്തി അപമാനിക്കുന്നു ഉത്തര കൊറിയ. ചുരുക്കി പറഞ്ഞാൽ ട്രംപിന് പുല്ലുവില കൊടുക്കാതെ കിം ആണവായുധങ്ങൾ തുടച്ചുമിനുക്കി അമേരിക്കയെ മുൾമുനയിൽ നിർത്തിയിരിക്കുന്നു. ഇനിയും അപമാനം സഹിച്ചു മുന്നോട്ടു പോകാനില്ല. കിമ്മിനിട്ട് രണ്ട് പൊട്ടിക്കണം. അതിന് തലയിലുദിച്ച കുരുട്ടുബുദ്ധിയുമായി CIA ചാരന്മാർ ഉത്തര കൊറിയ വളഞ്ഞിരിക്കുന്നു. വന്നുകയറിയവന്മാരെ കയ്യിൽ കിട്ടിയാൽ ചുട്ടുതിന്നും കിം. അതാണ് ഇനം. കൊല്ലാൻ പറ്റിയില്ലേൽ ഒന്ന് അപമാനിച്ചെങ്കിലും വിടണമെന്ന് ട്രംപ് ഉത്തരവിട്ടിരിക്കുന്നു. ദക്ഷിണ കൊറിയയ്ക്ക് കിമ്മിനെ അടിക്കാൻ കിട്ടിയ വടി ആയുധമാക്കുകയാണ് ഇപ്പോൾ അമേരിക്ക. കിം ജോങ് ഉന്നിനെതിരെ ഗുരുതരമായ ആരോപണവും കേസുമാണ് ശത്രുരാജ്യമായ ദക്ഷിണ കൊറിയയിൽ നിന്നും ഇപ്പോൾ വരുന്നത്. ഉത്തര കൊറിയൻ തടങ്കലിൽ വെച്ച് ക്രൂരമായ പീഡനങ്ങൾക്കും ലൈംഗികാതിക്രമങ്ങൾക്കും ഇരയായി എന്നാരോപിച്ച് കിം ജോങ് ഉന്നിനെതിരെ ദക്ഷിണ കൊറിയൻ കോടതിയിൽ സിവിൽ ക്രിമിനൽ നടപടി തുടങ്ങിയിരിക്കുകയാണ്. ഉത്തര കൊറിയയിൽ നിന്ന് കൂറുമാറിയെത്തിയ ചോയ് മിൻ ക്യൂങ് എന്ന സ്ത്രീയുടെ പരാതിയിലാണ് ഈ നടപടി. 1997 ചൈനയിലേക്ക് പലായനം ചെയ്ത ചോയ് മിൻ ക്യൂങ്ങിനെ 2008 നിർബന്ധിതമായി ഉത്തര കൊറിയയിലേക്ക് തിരിച്ചയക്കുകയാണ് ഉണ്ടായത്. തിരിച്ചെത്തിയതിനു ശേഷം ലൈംഗിക പീഡനത്തിനും കഠിനമായ പീഡനങ്ങൾക്കും ഇരയായി എന്നാണ് അവർ ആരോപിക്കുന്നത്. ജൂൺ 11 സിയോളിലാണ് ഇത് സംബന്ധമായ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. ഉത്തര കൊറിയയിൽ ജനിച്ച ഒരു കൂറുമാറ്റക്കാരി ഭരണകൂടത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നത് ഇതാദ്യമാണെന്നാണ് ചോയിയെ സഹായിക്കുന്ന ദക്ഷിണ കൊറിയൻ മനുഷ്യാവകാശ സംഘടന പറയുന്നത്. ദക്ഷിണ കൊറിയൻ കോടതികൾ മുൻപും ഉത്തര കൊറിയയ്ക്കെതിരെ സമാനമായ കേസുകളിൽ വിധി പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിലും ഉത്തര കൊറിയ ഇതെല്ലാം അവഗണിച്ചതിനാൽ ആ വിധികളെല്ലാം തന്നെ കേവലം പ്രതീകാത്മകമായി മാത്രം ഒതുങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. പുതിയ കേസിൽ കിം ജോങ് ഉന്നിനെയും മറ്റ് 6 ഉത്തര കൊറിയൻ ഉദ്യോഗസ്ഥരെയുമാണ് പ്രതികളാക്കിയിരിക്കുന്നത്. ചോയിയുടെ കേസ് ഐക്യരാഷ്ട്രസഭയിലേക്കും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലേക്കും കൊണ്ടുപോകാൻ പദ്ധതിയിടുന്നതായി കേസിന് പിന്തുണ നൽകുന്ന ഡാറ്റാബേസ് സെന്റർ ഫോർ നോർത്ത് കൊറിയൻ ഹ്യൂമൻ റൈറ്റ്സും വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിൻ്റെയും മനുഷ്യൻ്റെ അന്തസ്സിൻ്റെയും പുനഃസ്ഥാപനത്തിനുള്ള ഒരു മൂലക്കല്ലായി ഈ ചെറിയ ചൂടുവയ്പ് മാറണമെന്ന് താൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നതായാണ് പരാതിക്കാരി പറയുന്നത്. പീഡനത്തിന് ഇരയായവളും ഉത്തര കൊറിയൻ ഭരണകൂടത്തെ അതിജീവിച്ചവളും എന്ന നിലയിൽ മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾക്ക് കിം രാജവംശത്തെ ഉത്തരവാദിയാക്കാനുള്ള ആഴമേറിയതും അടിയന്തരവുമായ ഉത്തരവാദിത്തം ഇതുവഴി താൻ നിർവഹിക്കുന്നതായുമാണ് അവർ വാദിക്കുന്നത്. 2012 വീണ്ടും ഉത്തര കൊറിയയിൽ നിന്ന് പലായനം ചെയ്ത ചോയി തുടർന്ന് ദക്ഷിണ കൊറിയയിൽ സ്ഥിരതാമസമാക്കുകയാണ് ഉണ്ടായത്. പഴയ ദുരിതത്തിൽ നിന്നുള്ള മാനസികാഘാതം ഇപ്പോഴുമുണ്ടെന്നും മരുന്നുകളെയാണ് താൻ ഇപ്പോഴും ആശ്രയിക്കുന്നതെന്നുമാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. രാഷ്ട്രീയ തടവുകാരോടുള്ള ക്രൂരമായ പെരുമാറ്റം മുതൽ ലിംഗഭേദത്തിൻ്റെയും വർഗത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള വ്യവസ്ഥാപിത വിവേചനം വരെയാണ് ഈ സ്ത്രീയെ മുൻനിർത്തി പാശ്ചാത്യ മാധ്യമങ്ങൾ ഇപ്പോൾ ഉത്തര കൊറിയയ്ക്കും കിം ജോങ് ഉന്നിനുമെതിരെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സിവിൽ കേസുകൾക്കൊപ്പം തന്നെ ക്രിമിനൽ കുറ്റങ്ങളും ചുമത്തുന്നു എന്നതാണ് ഈ കേസിൻ്റെ പ്രാധാന്യമെന്നാണ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഹന്ന സോങ് ദക്ഷിണ കൊറിയയിലെ BBC ലേഖകനോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഉത്തര കൊറിയയ്ക്കെതിരായ മുൻ കോടതി കേസുകളെല്ലാം സിവിൽ വ്യവഹാരങ്ങളിൽ മാത്രമായി ഒതുങ്ങിയിരിക്കുന്നു എന്നതാണ് അവരുടെ വാദം. ഇതിന് ചില ഉദാഹരണങ്ങളും ഹന്ന സോങ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൽ പ്രധാനം കൊറിയൻ യുദ്ധസമയത്ത് ഉത്തര കൊറിയയിൽ യുദ്ധത്തടവുകാരായി പിടിക്കപ്പെട്ട് ചൂഷണം ചെയ്യപ്പെട്ട
3 ദക്ഷിണ കൊറിയൻ പുരുഷന്മാർക്ക് 50 ദശലക്ഷം വോൺ വീതം നൽകാൻ 2023 സിയോൾ കോടതി ഉത്തര കൊറിയയോട് ഉത്തരവിട്ടിരുന്നുവെങ്കിലും ഒന്നും സംഭവിച്ചിരുന്നില്ല. ഇതിനു പുറമെ 2024 മറ്റൊരു വിധിയും ഉത്തര കൊറിയയ്ക്കെതിരെ ദക്ഷിണ കൊറിയൻ കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട്. 1960കളിലും 1980കളിലും ഭൂമിയിലെ പറുദീസ വാഗ്ദാനം ചെയ്ത് ജപ്പാനിൽ നിന്നും ഉത്തര കൊറിയയിലേക്ക് കുടിയേറിയ ദക്ഷിണ കൊറിയൻ ജാപ്പനീസ് കുടിയേറ്റക്കാരിൽ 5 പേർക്ക് 100 ദശലക്ഷം വോൺ വീതം നൽകാനുള്ള ഉത്തരവായിരുന്നു അത്. തങ്ങളെ വഞ്ചിച്ചാണ് ഉത്തര കൊറിയയിലേക്ക് കൊണ്ടുപോയതെന്നും അവിടെ തടവിലാക്കി നിർബന്ധിതമായി ജോലി ചെയ്യിച്ചെന്നുമാണ് ഈ കുടിയേറ്റക്കാർ പരാതിപ്പെട്ടിരുന്നത്. ഈ 2 കേസുകളോടും ഉത്തര കൊറിയ പ്രതികരിച്ചിരുന്നില്ല. ഇപ്പോഴത്തെ പുതിയ കേസും ഇതുപോലെ തന്നെ ഉത്തര കൊറിയ അവഗണിക്കുമെന്നാണ് കരുതുന്നതെങ്കിലും ഇതിൽ കിം ജോങ് ഉന്നും ഉത്തര കൊറിയയ്ക്കും എതിരെ ക്രിമിനൽ സ്വഭാവമുള്ള ഗുരുതര ആരോപണങ്ങൾ ഉൾപ്പെടുകയും ലോകത്തിനു മുന്നിൽ ഉത്തര കൊറിയയെ കൂടുതൽ മോശമാക്കാനുള്ള ശ്രമങ്ങളും നടന്നതിനാൽ കിം ജോങ് ഉന്നിൻ്റെ പ്രതികരണം ഏതു രൂപത്തിലായിരിക്കും എന്നത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. ഒരു സ്ത്രീയെ മുൻനിർത്തി കിം ജോങ് ഉന്നിനെ താറടിച്ചു കാണിക്കാനും ഉത്തര കൊറിയയ്ക്കെതിരായി കൂടുതൽ ഉപരോധങ്ങൾക്കുള്ള നീക്കവുമാണ് പാശ്ചാത്യ ശക്തികൾ ലക്ഷ്യമിടുന്നതെന്ന് കിംബിനെ പിന്തുണയ്ക്കുന്നവർ വാദിക്കുന്നു. നിരവധി വർഷങ്ങളായി ദക്ഷിണ കൊറിയയിൽ താമസിക്കുന്ന ചോയ് മിൻ ക്യുങ് എന്ന സ്ത്രീ ഇപ്പോൾ ഇത്തരത്തിൽ ഒരു പരാതിയുമായി രംഗത്ത് വന്നതിന് പിന്നിൽ ഉത്തര കൊറിയയ്ക്കെതിരായ അമേരിക്കയുടെ പടയൊരുക്കത്തിൻ്റെ സൂചനയായും വിലയിരുത്തപ്പെടുന്നുണ്ട്. അമേരിക്ക വരെ എത്താനുള്ള ആണവ മിസൈൽ ഉത്തര കൊറിയയുടെ പക്കൽ ഉള്ള അന്നു മുതൽ ആശങ്കയോടെ മാത്രം ഉത്തര കൊറിയയെ വീക്ഷിക്കുന്ന അമേരിക്ക ദക്ഷിണ കൊറിയ കേന്ദ്രീകരിച്ച് നിരവധി വർഷങ്ങളായി കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ഉത്തര കൊറിയയിൽ ഒരു രാഷ്ട്രീയ അട്ടിമറിക്ക് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ കിം തീർത്ത ഉരുക്കുകോട്ടയ്ക്കുള്ളിൽ കയറാൻ അവർക്കിതുവരെയും സാധിച്ചിട്ടില്ല. അത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യവുമല്ല. കരുത്തനായ കിം ജോങ് ഉന്നിനെ വീഴ്ത്തിയാൽ ഉത്തര കൊറിയയെയും കൈപ്പിടിയിലാക്കാമെന്നതാണ് അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ ഒരു കണക്കുകൂട്ടൽ. ഇതിൻ്റെ ഭാഗമായി CIA ബുദ്ധിയിൽ പിറന്ന പുതിയ എപ്പിസോഡായി മാത്രമേ പുതിയ സംഭവവികാസങ്ങളെയും നോക്കിക്കാണാൻ സാധിക്കൂ. ദക്ഷിണ കൊറിയയിലെത്തി 13 വർഷത്തിനു ശേഷമാണ് പരാതിക്കാരി ഇത്തരം ആരോപണം ഉന്നയിച്ച് കേസ് നൽകിയത് തന്നെ. ഗൂഢാലോചന ഇതിൽ നിന്നു തന്നെ സംശയിക്കാവുന്നതാണ്. മാത്രമല്ല ചൈന ഉത്തര കൊറിയയിലേക്ക് തിരിച്ചയച്ച ഈ സ്ത്രീക്ക് പിന്നെ എങ്ങനെ ദക്ഷിണ കൊറിയയിലേക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്നതും പ്രസക്തമായ ചോദ്യമാണ്. കാരണം മറ്റൊരു രാജ്യത്തേക്ക് പലായനം ചെയ്തവർ തിരിച്ചെത്തിയാൽ അവർക്ക് വീണ്ടും എളുപ്പത്തിൽ പലായനം ചെയ്യാൻ കഴിയും എന്നത് ഉത്തര കൊറിയയെ അറിയുന്നവർക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. ചോയ് മിൻ ക്യുങ് എന്ന സ്ത്രീക്ക് പിന്നിലും CIA ബുദ്ധി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്നത് കിം ജോങ് ഉന്നിൻ്റെ നിലപാടിനെ ആശ്രയിച്ചാണ് ഉണ്ടാകാൻ പോകുന്നത്. ചൈനയെയാണ് പ്രധാന ശത്രുവായി അമേരിക്ക കാണുന്നതെങ്കിലും അവർ ഏറെ ഭയപ്പെടുന്ന ഭരണാധികാരി കിം ജോങ് ഉന്നാണ്. ആണവായുധങ്ങൾ എടുത്തിട്ട് ഉപയോഗിക്കാൻ കിം ജോങ് ഉൻ മടിക്കില്ല എന്നതാണ് ഇതിനു കാരണം. കിം എന്ത് ചെയ്യുമെന്നത് അദ്ദേഹത്തിനല്ലാതെ മറ്റാർക്കും ഊഹിക്കാൻ പോലും സാധിക്കില്ല. പ്രത്യാഘാതങ്ങൾ എന്താണെന്ന് പോലും പരിശോധിക്കാതെ ഏത് ലെവലിൽ പ്രതികരിക്കാനും മടിക്കാത്ത ശൈലിയാണ് ഈ ഉത്തര കൊറിയൻ ഭരണാധികാരിക്കുള്ളത്. റഷ്യയെപ്പോലെയോ ചൈനയെപ്പോലെയോ എന്തിനേറെ ഇറാനെപ്പോലെയോ ലോകത്തിൻ്റെ നിലനിൽപ്പ് മാത്രം നോക്കി തീരുമാനമെടുക്കുന്ന രാജ്യമോ ഭരണാധികാരിയോ അല്ല കിം ജോങ് ഉൻ എന്നതാണ് കാര്യം. ഉത്തര കൊറിയയെ വേറിട്ടൊരു ശത്രുവായി കാണാൻ അമേരിക്കയെ പ്രേരിപ്പിക്കുന്നത് ഇതുതന്നെയാണ്. കിം ജോങ് ഉന്നിനെ പ്രകോപിപ്പിക്കാതിരിക്കുക എന്നത് മാത്രമാണ് അമേരിക്കയ്ക്ക് മുന്നിലുള്ള ഏക പോംവഴിയെന്ന് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. മലയാളി വാർത്ത ഇൻസൈഡ്.